പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെവിടെയും ഇതിനു മുൻപ് ഇത്തരമൊരു പരിപാടി ഏതെങ്കിലും സ്ഥലത്ത് നടപ്പാക്കിയതായി കേട്ടിട്ടില്ല. മാത്രമല്ല, ലോകത്ത് തന്നെ പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്നിടത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു കാര്യം നടന്നതായി നമ്മളാരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ അറിയേണ്ടതാണ് എന്ന ധാരണയിലാണ് LDF ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പുതിയ സമ്പ്രദായം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല, അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത നാടിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ, നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒട്ടേറെ മേഖലകളിൽ വരുന്ന വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നാട് വലിയ തോതിൽ അറിയാതിരിക്കണം എന്ന ഒരു നിർബന്ധം കേരളത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് അങ്ങേയറ്റം നിഷേധപരമായ വാർത്തകൾ. കേരളം വലിയ തോതിൽ പുറകോട്ട് പോവുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി, കടക്കെണി, ഒരു പദ്ധതിയും നടപ്പാകുന്നില്ല, എല്ലാ പദ്ധതികളും അവതാളത്തിലായിപ്പോയി, കേരളം ഉദ്ദേശ രീതിയിൽ മുന്നോട്ട് പോകാത്ത നിലയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതിലൊരു ഭാഗം കേരളം കടക്കണിയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. അത് വലിയ പെരുപ്പിച്ച കണക്ക് അതിൻ്റെ ഭാഗമായി കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി കടുത്ത ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നും പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ കാര്യത്തിൽ വസ്തുതയുടെ ഒരു കണികയും ഇല്ല എന്നതാണ് യഥാർത്ഥ വശം. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 2 വർഷം 2022-23, 2023-24 ഈ 2 വർഷം നമ്മുടെ കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം, അത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഏറ്റവും വലിയ വർദ്ധിച്ച അനുപാതം കേരളത്തിലാണ് എന്നാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളുടെയും അനുപാതം നമ്മളെക്കാളും കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് ബീഹാർ 2022-23 39.3% കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം. 2023-24 വലിയ കുറവില്ല, 38.9%. രാജസ്ഥാനിൽ 22-23 37.3%. 23-24 37.1%. റിസർവ് ബാങ്ക് പറയുന്ന കണക്കാണിത്. പഞ്ചാബിൽ 47.1%. അത് 23-24 ആയപ്പോൾ
47.6 പശ്ചിമ ബംഗാള് 22-23 39.1 23-24 38.3 അപ്പോൾ പല സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കൂടിയ അനുപാതത്തിൽ നിൽക്കുകയാണ്. എന്നാൽ കേന്ദ്രത്തിൻ്റെ അവസ്ഥയോ, കേന്ദ്ര സർക്കാരിൻ്റെ കടവും ആഭ്യന്തര വരുമാന സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ആഘോഷങ്ങളുടെ അവസാന ദിവസമാണെന്ന് ഇത് പ്രമാണിച്ച് എൻ്റെ കേരളം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതിൻ്റെ തത്സമയമാണ് നിങ്ങൾ കണ്ടത്.